അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ഷരീഫ് ഏറ്റവും ഹൈറായ രാപ്പകലുകളാണ്. പ്രത്യേകിച്ച് വിശുദ്ധ റമളാൻ ഷരീഫിലെ അവസാനത്തെ 10 രാവുകൾ എല്ലാ നിലക്കും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ലൈലത്തുൽ ഖദർ എന്ന 1000 മാസം ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന പുണ്യം ചെറിയൊരു രാത്രി കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന അതിനു മാത്രം പവറുള്ള രാവുകളാണ് വിശുദ്ധ റമളാൻ ഷരീഫിലെ അവസാനത്തെ 10കളിലുള്ളത്. അതുകൊണ്ട് തന്നെ റമളാൻ ഷരീഫിലെ അവസാനത്തെ 10 രാവുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ മഹത്തായ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് 10 പകലുകൾക്കാണ് റമളാൻ ഷരീഫിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ പുണ്യമൊന്ന് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാൻ കഴിയും. കാരണം മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അഫ്ളൽ അയ്യാമുദ് ദുനിയ അയ്യാമുൽ അശ്ർ. ഭൗതികമായ ലോകത്തെ ദിവസങ്ങളിലെ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലെ 10 പകലുകളാണെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കൾ തഹ്ഖീഖുൽ ഉലമാക്കൾ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാൻ കഴിയും. റമളാൻ ഷരീഫിലെ അവസാനത്തെ രാത്രികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞല്ലോ. എന്നാൽ ഈ ഹദീസിലാണെങ്കിലോ ദുൽഹിജ്ജയിലെ 10 പകലുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് പറയുമ്പോൾ ഇത് പരസ്പരം വൈരുദ്ധ്യമല്ല. കാരണം ഇവിടെ പറഞ്ഞത് ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 പകലുകൾക്ക് റമളാൻ ഷരീഫിനേക്കാൾ പുണ്യമുണ്ട് എന്നാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ റമളാൻ ഷരീഫിൽ അവസാനത്തെ 10 രാവുകൾക്ക് അതാണ് ഏറ്റവും കൂടുതൽ പുണ്യമുള്ളത്. രാവുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ രാവുകളിൽ ഏറ്റവും പ്രധാനമുള്ളത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണ്. ആ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി ഉൾക്കൊള്ളുന്ന അവസാനത്തെ 10 രാവുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്നാൽ ബലിപെരുന്നാൾ, അറഫ ദിവസം, യൗമു തർവിയ തുടങ്ങിയിട്ടുള്ള പകലുകൾ, ആ പകലുകൾ ഉൾക്കൊള്ളുന്നത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 പകലുകളിലായതുകൊണ്ട് തന്നെ പകലുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ റമളാൻ ഷരീഫിനേക്കാളും ഏറ്റവും പുണ്യമുള്ള പകല് വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജയിലെ 10 പകലുകൾക്കാണെന്ന് മഹാന്മാർ ഈ ഹദീസുകൾ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യമുള്ള മഹത്വമുള്ള അല്ലാഹു തആലക്ക് ചെയ്യുന്ന ഇബാദത്തുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടവും റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയും വലിയ പ്രതിഫലവുമെല്ലാം വാഗ്ദാനം ചെയ്യപ്പെട്ട ദുൽഹിജ്ജയിലെ 10 പകലുകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമാകണം. ദിക്റുകളിലൂടെ, തസ്ബീഹിലൂടെ, തഹ്മീദിലൂടെ, തക്ബീറിലൂടെ ഇങ്ങനെ തുടങ്ങിയിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, നോമ്പനുഷ്ഠിച്ചുകൊണ്ട്, ദാനധർമ്മങ്ങൾ നൽകിക്കൊണ്ട്, ഈത്തികാഫിരുന്നുകൊണ്ട്, സുന്നത്തായ ഇബാദത്തുകൾ പ്രത്യേകം വർദ്ധിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഫർളായ ഇബാദത്തുകളും കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്തുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കണം ഈ മഹത്തായ 10 പകലുകൾ പ്രത്യേകം നാം ഉപയോഗപ്പെടുത്തേണ്ടത്. അർഹമുർ റഹീമായ റബ്ബ് നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.